ഇ.പി. ജയരാജൻ നൽകിയ മാനനഷ്ട കേസിൽ ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രന് സമൻസ്. ബി.ജെ.പിയിൽ ചേരാൻ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇ.പി. ജയരാജൻ ചർച്ച നടത്തിയെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെതിരെയാണ് ഇ.പി. കോടതിയെ സമീപിച്ചത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. നേരത്തെയും അദ്ദേഹം കോടതിയെ സമീപിച്ചതാണ് ഇതിൽ നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഈ കോടതിയുടെ നടപടി അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? 2024 ഇ.പി. ജയരാജൻ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു. അന്ന് ശോഭാ സുരേന്ദ്രൻ ഇ.പിക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഇതായിരുന്നു: ബി.ജെ.പിയിൽ ചേരാൻ വേണ്ടി ഇ.പി. ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനുമായി ഏതെങ്കിലും ഘട്ടത്തിൽ ഇ.പി. ജയരാജൻ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കി നിയമ നടപടിയിലേക്ക് കടന്നു. അങ്ങനെ ആ നിയമ നടപടിയിലാണ് ഇപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശോഭാ സുരേന്ദ്രനെ കോടതിയിൽ ഹാജരാവാൻ വേണ്ടി സമൻസ് അയച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ ഈ കേസ് വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.പി. ജയരാജൻ സമീപിച്ചു. അതേ തുടർന്നാണ് ഫെബ്രുവരി 19 ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നു. ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശോഭാ സുരേന്ദ്രനെ ഈ കോടതിയിൽ മാനനഷ്ട കേസിലാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. പാലക്കാട് NDAയുടെ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഒരു കോടതി നടപടിക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കാരണം അന്ന് ഇ.പി. ജയരാജനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അന്നേ അത് ഇ.പി. നിഷേധിച്ചിരുന്നു. പക്ഷേ എന്നാൽ നിയമ നടപടി തുടർന്നു. ആ നിയമ നടപടിയിലാണ് ഇപ്പോൾ ശോഭയ്ക്ക് സമൻസ് ആയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.